വയനാട് പുനരധിവാസത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു പ്രതിപക്ഷം. ടൗൺഷിപ്പിലെ വീടിനുള്ളിൽ കയറി മന്ത്രി നടത്തിയത് നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. കെട്ടിട നിർമ്മാണത്തിന് തൃശൂർക്കാരനായ പണിക്കാരനെ മന്ത്രിയുടെ രൂപത്തിൽ കിട്ടിയെന്ന് ചാണ്ടി ഉമ്മൻ പരിഹസിച്ചു. റവന്യൂ മന്ത്രി ചെന്ന് ഉരച്ചു നോക്കിയാൽ പ്രശ്നം മാറില്ല എന്ന് ജെപി മേത്തർ എംപിയും പറഞ്ഞു. തനിക്ക് രാഷ്ട്രീയമില്ലെന്നും പാർട്ടിക്കാർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും വീട് ലഭിച്ച നൌഫൽ പ്രതികരിച്ചു. ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീട്ടിൽ ആരും ഇതുവരെ താമസിച്ചിട്ടില്ലല്ലോ. ആളുകളെ താമസിപ്പിക്കാനുള്ള സ്ഥിതിയിലായിട്ടില്ല വീട്. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ കാബഡി വരുന്ന ഉദ്ഘാടനം, പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അതിനെ ആഘോഷിച്ച് കേരളം മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ വെച്ച് ഇപ്പൊ ഒരാൾക്ക് പോലും അതിനകത്ത് താമസിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മന്ത്രി മേശയുടെ പുറത്ത് കയറി എന്ത് നാടകമാണ്. മന്ത്രിയാണ് ചോർച്ചേണ്ടെന്ന് പരിശോധിക്കേണ്ടത്, മന്ത്രിയല്ലല്ലോ എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടത്. ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. നിർമ്മാണത്തിൽ ഏച്ചുകെട്ടിയ ഉദ്ഘാടനമാണ് അവിടെ നടത്തിയത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. നമ്മളെന്ത് പറയാനാ, നമുക്ക് പുതിയൊരു മന്ത്രിയല്ലേ, പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്ക് എല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിന്റെ പ്രശ്നങ്ങള്, അതിന് യാതൊരു വിള്ളലും ഇല്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളാരും പറഞ്ഞതല്ല, ആ വീട്ടുകാരൻ പറഞ്ഞു ഇവിടെ വിള്ളലുണ്ട്. അത് ഊരാലുങ്കലിന്റെ ആൾക്കാർ വന്ന് മാർക്ക് ചെയ്തതാണ്. അപ്പൊ ഇത് ഇവര് തമ്മിൽ നേരത്തെ ഒത്തിട്ടുള്ള പരിപാടിയാ. ഏതാ ഇത് മാർക്ക് ചെയ്ത് വെക്കുമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു, മാർക്ക് ചെയ്ത് വെച്ചു, എന്നിട്ട് വന്ന് വായിച്ചു കളഞ്ഞു. അതല്ലേ യാഥാർത്ഥ്യം. സത്യം മറച്ചു വെക്കുവാൻ എത്ര സൈബർ ആക്രമണം നടത്തിയിട്ടും കാര്യമില്ല. ഇവിടെ അടുത്തൊരു ഗവൺമെന്റ് UDF വരും, ഇതിനൊക്കെ അന്വേഷണം ഉണ്ടാകും. അടുത്ത മുഖ്യമന്ത്രി ഉറപ്പിക്കും, അത് യാതൊരു സംശയവും വേണ്ട. ചൂരന്മര സംഭവത്തിലെ ആ വീട്ടിലുണ്ടായ വിള്ളൽ, ആ വിള്ളല് അത് നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല, ഏറ്റവും ഗൗരവപരമായ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ റവന്യൂ മന്ത്രി അവിടെ പോയി ഒന്ന് ഉരച്ചു നോക്കിയാൽ ആ വിള്ളൽ പോകുന്ന ഒരു കാര്യമല്ല. കേരളത്തിൽ പുറത്തുള്ള IIT മദ്രാസ് പോലെയുള്ള ഏറ്റവും ഒരു എക്സ്പേർട്ട് ഏജൻസിയെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഈ വിള്ളൽ പരിശോധിച്ച് വാസയോഗ്യമാണെന്നും, അതായത് ഭൂകമ്പം പോലും ഉണ്ടായാൽ ഒന്നും സംഭവിക്കും. വീട് നൽകാൻ 2-4 ആഴ്ച വൈകുന്നതിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സർക്കാർ ചെയ്യില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കി. ഗവൺമെന്റ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, വീട് കൊടുത്തു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഇവിടെ ചോർച്ചയുണ്ടെങ്കിൽ അത് കെട്ടിയ ആളുകൾ, സൊസൈറ്റി, ഒരാളുകൾ സൊസൈറ്റി, അവര് ഉത്തരം പറയണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞ മന്ത്രിയും ഗവൺമെന്റ് ഇവിടെ ഉണ്ടല്ലോ. 2-4 ആഴ്ച വൈകിപ്പോയെങ്കിൽ അത് മാപ്പ് ചോദിക്കുന്നു. ഈ ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞ് വീട്ടുകാരൻ അദ്ദേഹത്തിന് ഭീഷണിയുണ്ട് എന്നും കൂടി കേൾക്കുകയാണ് ശ്രീ ബിനോയ് വിശ്വം. അപ്പോൾ പറഞ്ഞ ആൾ ഇന്നലെ വരുന്നത് ഞാൻ TV കണ്ടു. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുടെ കൂടെ പറ്റുന്നത് അതയാൾ തന്നെയല്ലേ? ഈ വയനാട് ടൗൺഷിപ്പിലെ ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ചിരിക്കുന്ന വീടുകളെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇന്നലെ നേരിട്ട് അവിടെ പോയി കാര്യങ്ങൾ പരിശോധിച്ചതാണ്. വീടുകളിൽ വിള്ളൽ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണ്. വീടുകളുടെ വാട്ടർ പ്രൂഫിംഗ് നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. വെള്ളം കനിഞ്ഞിറങ്ങുന്ന ഭാഗങ്ങളിൽ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാർക്കിങ്ങുകളെയാണ് വിള്ളലുകളായി ചിലർ തെറ്റായി ചിതറിയിരിക്കുന്നത്. റോഷിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാൽ, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ 1ാം ഘട്ട വീടുകൾ, അവിടെ ഉണ്ടാകുന്ന വിള്ളൽ, ഇതൊക്കെ വലിയ ചർച്ചയാവുകയാണ്. ഇതിപ്പോൾ ചേരിതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാസമടക്കം നമുക്ക് കേൾക്കാനും കഴിയുകയാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ ഈ അങ്ങനെ കാലതാമസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ബിനോയ് വിശ്വവും രംഗത്തെത്തിയിരിക്കുന്നത്. മാധു, വയനാട് പുനരധിവാസം അത് വിവാദമായി മാറുകയാണ്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ LDF പ്രചാരണം നടത്തിയത് UDF-ന്റെ, കോൺഗ്രസിന്റെ പുനരധിവാസ പദ്ധതി പൂർത്തിയാകാത്തതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ്. കാരണം സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി പൂർത്തിയായി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും ഇതുവരെ വീടുകൾ കൈമാറാൻ സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, ഇടയിൽ ചില വീടുകളിൽ അതിൻ്റെ കോൺക്രീറ്റിൽ വിള്ളൽ വീണ ഒരു സംഭവം, അത് പരാതിയായി ഉയർന്ന പശ്ചാത്തലം കൂടി അത് പരിശോധിക്കപ്പെടുന്നു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി അതിനുശേഷം മാത്രമായിരിക്കും വീട് കൈമാറുക എന്ന് സർക്കാർ പറയുമ്പോഴും അത് പ്രതിപക്ഷം ഇതിനോടകം ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു. ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വീടുകളിൽ ഏതെങ്കിലും തരത്തിൽ നിർമ്മാണത്തിൽ പിഴവുണ്ടായിട്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ അന്വേഷിക്കുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മാത്രവുമല്ല, അതിൽ മന്ത്രി K രാജൻ നടത്തിയ പരിശോധനയ്ക്കെതിരെയുള്ള വിമർശനവും ഉയർത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇത് വലിയ വാക്പോരിന് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും ചർച്ചയായ വിഷയമെന്ന നിലയിൽ ഏതായാലും സർക്കാർ ഇതിൽ ഒരു ഉദ്ഘാടന നാടകം നടത്തിയെന്ന ആക്ഷേപം കൂടി പ്രതിപക്ഷം ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്.
ശരി, വലിയ രാഷ്ട്രീയ വിവാദം കൂടിയായി മാറുകയാണ് വയനാട് പുനരധിവാസം.